സെക്യൂരിറ്റി അതിഥി വന്നതും ലഗേജായാണ് വന്നതെന്നും എല്ലാം പറഞ്ഞിരുന്നു. സമയം ഇരുട്ടിത്തുടങ്ങിയതും മൂർത്തി ഇല്ലത്തിനു മുൻപിൽ ഒരു കാർ വന്നു നിന്നു. വന്ന ആളെ കണ്ടതും സെക്യൂരിറ്റി എന്തോ സംസാരിച്ചുകൊണ്ട് ഗേറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തു. ശേഷം വീടിനുള്ളിൽ കയറിയ അയാൾ പടികൾ കയറി അതിഥിയുടെ റൂമിൽ നോക്കിയതും അതിഥി ഉറങ്ങുകയായിരുന്നു. അതും നോക്കിക്കൊണ്ടയാൾ താഴേക്ക് നടന്നു. കുറേ സമയത്തിന് ശേഷം താഴെ നിന്നുള്ള എന്തൊക്കെയോ ഒച്ച കേട്ടാണ് അതിഥി ഉറക്കമുണർന്നത്. എന്താണ് ഒച്ച എന്ന് അവൾ പതിയെ താഴേക്ക് നടന്നു. താഴെ എത്തിയതും ലൈറ്റ്സ് എല്ലാം ഓണായിരുന്നു. കിച്ചണിൽ നിന്നായിരുന്നു ഒച്ച കേൾക്കുന്നത്. പതിയെ അവൾ കിച്ചൺ ഭാഗത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഇയർഫോൺ വെച്ച് കാര്യമായി കുക്ക് ചെയ്യുന്ന ആദിയെയാണ്. അത് കണ്ടതും അതിഥി ആദിയുടെ അടുത്ത് ചെന്നുകൊണ്ട് ആദിയെ തോളിൽ തട്ടി വിളിച്ചു. ആരുടെയോ വിരൽ സ്പർശമറിഞ്ഞ ആദി പെട്ടെന്ന് തന്നെ ഇയർഫോൺ മാറ്റി തിരിഞ്ഞു നോക്കി. ആദിയേട്ട എപ്പോൾ വന്നു? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതെന്താ, എനിക്കിങ്ങോട്ട് വരാൻ മുന്നറിയിപ്പിൻ്റെ ആവശ്യമുണ്ടോ? അതല്ല, പെട്ടെന്ന് ഇവിടെ കണ്ടതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് വരേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നാദി പറഞ്ഞതും അതിഥിയുടെ മുഖം ഒന്ന് വാടി. എന്നാൽ അത് വിദഗ്ധമായി മറച്ചുകൊണ്ട് അവൾ സംശയഭാവത്തിൽ ആദിയെ നോക്കി. അത് കണ്ടതും ആദി തുടർന്നു. എന്താ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? നീ ഇവിടെ ലഗേജൊക്കെ വന്ന കാര്യം അറിയിക്കാൻ ഇവിടുത്തെ സെക്യൂരിറ്റി മൂർത്തി അങ്കിളിനെ വിളിച്ചിരുന്നു. അപ്പോൾ അപ്പയെല്ലാം അറിഞ്ഞോ? അപ്പയാണോ ആദിയേട്ടനെ ഇങ്ങോട്ട് വിട്ടത്? അതിഥി ആകുലതയോടെ ആദിയോട് ചോദിച്ചു. കോൾ വന്നപ്പോൾ മൂർത്തി അങ്കിൾ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അറ്റൻഡ് ചെയ്തത് ഞാനാ. ഇവിടുത്തെ സെക്യൂരിറ്റി നിൻ്റെ അപ്പയാണെന്ന് കരുതി കോൾ അറ്റൻഡ് ആയതും കാര്യമൊക്കെ എന്നോടാണ് പറഞ്ഞത്. കാര്യം അറിഞ്ഞ ഉടൻ എനിക്ക് ബിസിനസ് ആവശ്യങ്ങളുമായി അരുണിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു. നീ ലഗേജൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തനിയെ വരണമെങ്കിൽ അതിലെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ ഇത്രയും നേരമായിട്ടും അരുൺ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താ മോളെ ശരിക്കും പ്രശ്നം? നീ ഏട്ടനോട് പറ. ആദി അത്രയും പറഞ്ഞതും അതിഥിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അതിൽ നിന്ന് തന്നെ വിഷയം ചെറുതല്ല എന്ന് ആദിക്ക് മനസ്സിലായി. എന്താണെങ്കിലും പറയും മോളെ, ഞാനുണ്ടല്ലോ എന്തിനും. ആദി അത് പറഞ്ഞുകൊണ്ട് അതിഥിയുടെ കണ്ണുനീർ അവൻ വിരലുകളാൽ തുടച്ചു മാറ്റി. ആദിയെ ഒന്ന് നോക്കിക്കൊണ്ട് അതിഥി നടന്നതെല്ലാം ആദിയോട് പറഞ്ഞു. അതിഥി പറഞ്ഞതെല്ലാം കേട്ടതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നവൻ കരുതിയോ? ഞാനുണ്ട് ഇവിടെ, നിൻ്റെ ഏട്ടൻ. ഇനി എന്ത് കാരണത്തിൻ്റെ പേരിലായാലും, ഇനി നിൻ്റെ അപ്പ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് നിന്നെ ഒരിക്കലും നോവിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നതാ. ആദിയേട്ടന് എല്ലാം അറിയായിരുന്നോ? ആദിയുടെ വാക്കുകൾ കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടിക്കൊണ്ട് അതിഥി ചോദിച്ചു. എനിക്കെല്ലാം അറിയാം. ഒരു നിമിഷം ഒന്നാലോചിച്ചുകൊണ്ട് ആദി അതിന് മറുപടി പറഞ്ഞു. ദേഷ്യമാണെങ്കിലും നിൻ്റെ അപ്പയോടൊന്നും അവനത് കാണിക്കുന്നില്ല. പിന്നെ കാര്യങ്ങൾ അറിഞ്ഞതിൽ അവൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിലും നല്ല സ്നേഹത്തിലായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെ കൂടിയാ ഞാൻ പിന്നീട് ഒന്നും ചോദിക്കാതിരുന്നത്. പക്ഷേ ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അവനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. അത് പറഞ്ഞുകൊണ്ട് ആദി പുറത്തേക്ക് പോകാനൊരുങ്ങി. അത് കണ്ട അതിഥി അവനെ കയ്യിൽ പിടിച്ചു നിർത്തി. ആദിയേട്ട വേണ്ട, ഒന്നും വേണ്ട. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാനിനി അവൻ്റെ മുഖം കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ തറവാട്ടിലേക്ക് വരിക. നമുക്ക് പോവാം അങ്ങോട്ട്. ഞാനിനി ഇങ്ങോട്ടില്ല. എന്നെക്കൊണ്ടിനി പറ്റില്ല ആദിയേട്ടാ. അതിഥി അതും പറഞ്ഞ് മുഖം പൊത്തി കരയാൻ തുടങ്ങി. അതുകണ്ട് ആദി അവളെ പിടിച്ച് അടുത്തുള്ള സോഫയിൽ ഇരുത്തി. മോളെ, കരയാതിരിക്കുക. അവനങ്ങനെ ചെയ്തെന്ന് കരുതി നീ കോളേജും നാടുമൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത്? മാത്രമല്ല, അവനായതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് നമുക്കറിയേയില്ല. എനിക്കൊരു സത്യവും അറിയണ്ട ഏട്ടാ. എന്നെക്കൊണ്ടിനി പറ്റില്ല. ശരി, ഞാനിപ്പോൾ പോകുന്നില്ല അവനെ കാണാൻ. പക്ഷേ നീ നാളെ കോളേജിൽ പോകണം. ഇത്തരം കാര്യങ്ങളും പറഞ്ഞ് നീ നിൻ്റെ പഠിപ്പ് വേണ്ടെന്ന് വെക്കരുത്. ബാക്കിയൊക്കെ പിന്നെ. ആദി അങ്ങനെ പറഞ്ഞതും അതിഥി അതിന് സമ്മതമെന്നോണം തലയാട്ടി. ശരി, വാ, നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. നീ കാലത്തിങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ കാലത്ത് തൊട്ട് നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, നമുക്ക് കഴിക്കാം. എന്നിട്ട് നേരത്തെ പോയി കിടന്നോ. നാളെ കോളേജിൽ പോകാനുള്ളതാണ്.
ആദി അതും പറഞ്ഞുകൊണ്ട് അതിഥിയുടെ കവിളിൽ ഒന്ന് തലോടി. കിടക്കാറായതും ഒരുപാട് കരഞ്ഞതുകൊണ്ടാവണം അതിഥി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എന്നാൽ ഇതേ സമയം മുത്തച്ഛനോട് പറഞ്ഞു കിടക്കാൻ പോയ അരുണിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവൻ പതിയെ ഫോൺ എടുത്ത് അതിൽ അതിഥിയുടെ നമ്പർ ഒന്ന് എടുത്തു നോക്കി. എന്നാൽ അവളെ വിളിക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. പിന്നീടവൻ ഫോണിൽ ഗാലറിയിലുള്ള അവർ ഒന്നിച്ചുള്ള ഫോട്ടോസ് നോക്കിക്കൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് കാലത്ത് അതിഥി കോളേജിൽ പോവാൻ റെഡിയായി താഴേക്കിറങ്ങുമ്പോൾ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. അതിഥിയും ആദിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിഥി ഇറങ്ങാൻ നിന്നതും അച്ചു നിൽക്ക്, ഞാനിപ്പോൾ വരാം, ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആദിയേട്ടൻ എങ്ങോട്ടാ? ഞാനുണ്ട് നിൻ്റെ കൂടെ കോളേജിലേക്ക്, ഞാൻ കൊണ്ടാക്കാം നിന്നെ. ആദ്യം അത് പറഞ്ഞതും അതിഥി അതിനെതിരൊന്നും പറഞ്ഞില്ല. സമയം കളയാതെ ഇരുവരും റെഡിയായി കോളേജിലേക്ക് പുറപ്പെട്ടു. കോളേജ് പാർക്കിങ്ങിൽ കാർ എത്തി നിന്നതും അതിഥിയും കൂടെ ആദിയും കാറിൽ നിന്നും ഇറങ്ങി. ശരി മോള് ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. അത് പറഞ്ഞു നിന്നപ്പോൾ നീതു അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അച്ചു, എത്ര നേരമായി നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആദ്യേട്ടാ, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീതു. നീതു, ഇതാണ് എൻ്റെ ആദ്യേട്ടൻ. അതിഥി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുത്തു. അതിനിടയിലാണ് അവർക്കടുത്തേക്ക് അരുണിൻ്റെ കാർ വന്നു നിന്നത്. കാറിൽ നിന്നും ഇറങ്ങുന്ന അരുണിനെയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ റിയയെയും കണ്ടതും അതിഥിയുടെ മുഖം മങ്ങി. എന്നാൽ ഇത് കണ്ടു നിന്ന ആദിയുടെ മുഖം ചുവന്നു കയറി. ആദി അരുണിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അതിഥിയുടെ പിടി ആദിയുടെ കയ്യിൽ വീണിരുന്നു. അച്ചു മോളെ വിട്, ഞാൻ പ്രശ്നത്തിനൊന്നും നിൽക്കില്ല. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. നീയുമായുള്ള റിലേഷൻ മാത്രമല്ലല്ലോ, അതുകൂടാതെയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ആദി അത്രയും പറഞ്ഞതും അതിഥി ദയനീയമായി ആദിയെ ഒന്ന് നോക്കി. ആദി പതിയെ നടന്ന് അരുണിനടുത്തെത്തിയതും അരുണിനെ തോളിലൂടെ കൈകളിട്ടുകൊണ്ട് അവർ ഇരുവരും വാഗമരച്ചോട്ടിലേക്ക് നീങ്ങി. എന്താ ആദി, നീ ഇപ്പം എന്നെ അടിക്കോ? വേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ? അരുൺ അത് പറഞ്ഞതും ആദിയുടെ ആദ്യത്തെ ഇടി അരുണിൻ്റെ മൂക്കിനിട്ട് വന്നിരുന്നു. ആദിയുടെ ഇടിയിൽ അരുൺ പുറകിലോട്ട് വേച്ചുപോയി. എന്നാൽ ഒന്ന് നേരെ നിന്നുകൊണ്ട് അരുൺ ആദിയുടെ കവിളിൽ പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നിന്ന അതിഥിയും നീതുവും വേഗം തന്നെ ആദിയെ പിടിച്ചു മാറ്റി. കൂടെ റിയയും ഹർഷും വന്ന് അരുണിനെയും. ആദിയേട്ടാ വേണ്ട പ്ലീസ്, അതിഥി കരഞ്ഞുകൊണ്ട് ആദിയോടായി പറഞ്ഞു. അതിഥി കരയുന്നത് കണ്ടതും ആദി പെട്ടെന്ന് ശാന്തനായി. അതൊന്ന് നോക്കിക്കൊണ്ട് അതിഥി അരുണിനടുത്തേക്കായി നടന്നു. അരുണിൻ്റെ പൊട്ടി രക്തമൊലിക്കുന്ന ചുണ്ടുകൾ കണ്ടതും അതിഥിയിലത് ചെറു നോവുണർത്തി. എന്നാലും അതിൽ നിന്നും മിഴികൾ മാറ്റിക്കൊണ്ട് അതിഥി അരുണിനെ ദയനീയമായൊന്ന് നോക്കി. ഞാനിനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരില്ല. നിങ്ങളും ദയവ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്നവരെയോ ഞാൻ സ്നേഹിക്കുന്നവരെയോ ഉപദ്രവിക്കരുത്. നീ എല്ലാ അർത്ഥത്തിലും. അതിഥി അത്രയും പറഞ്ഞതും അരുണിൻ്റെ മുഖം വാടിയിരുന്നു. അത് കണ്ട ആദി, അച്ചു മതി, വാ നീ ക്ലാസ്സിലേക്ക് ചെല്ല്, അത്രയും പറഞ്ഞുകൊണ്ട് അതിഥിയെ അവിടെ നിന്നും പറഞ്ഞയച്ചു. അതിഥിയും നീതുവും അവിടെ നിന്നും പോയതും ആദിയും അരുണും പാർക്കിംഗ് ഭാഗത്തുള്ള സ്റ്റോറേജ് ഏരിയയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി നിന്നു. എടാ അരുൺ, നീ അവൾ പറയുന്നത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. അവളിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണുള്ളത്, നിനക്കറിഞ്ഞൂടെ? സാരമില്ലടാ ആദി, എനിക്കറിയാം. അവൾ വിഷമിക്കുന്നതാ എനിക്ക് കാണാൻ കഴിയാത്തത്. നിനക്കറിഞ്ഞൂടെ എല്ലാം? അറിയാം. അത് ആ സെക്യൂരിറ്റി അങ്കിളിനെ വിളിച്ച കോൾ ഞാൻ എടുത്തത് കൊണ്ട്, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ എൻ്റെ മോനെ അരുണേ, നിനക്ക് ശരിക്കും എൻ്റെ നിന്ന് കിട്ടിയേനെ. ഓ പിന്നെ പറയണ കേട്ടാൽ തോന്നും നീ ആക്ടിങ് ആണ് കാണിച്ചതെന്ന്. നീ ശരിക്കും എൻ്റെ മൂക്കിടിച്ച് പരത്തിയില്ലടാ. അതിന് നീയും മോശമൊന്നും അല്ലായിരുന്നു, എൻ്റെ പല്ലിളകിയെന്നാണ് തോന്നണേ. അതൊക്കെ പോട്ടെ, നീ ആ തരകനിട്ട് എന്ത് പണിയാ കൊടുക്കാൻ പോകുന്നത്? അറിയില്ലടാ, പക്ഷേ എനിക്ക് അയാളെ മാത്രം പോരാ. എനിക്കെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ആ ഡ്രൈവറെ കൂടി വേണം. ജോസഫ് തരകൻ്റെ വാടക കൊലയാളി. പക്ഷേ അയാളെൻ്റെ അച്ചുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ
എനിക്കിതാണ് ശരിയെന്ന് തോന്നിയത്. അയാൾക്ക് എൻ്റെ അച്ചുവിനോടുള്ള ശത്രുതയ്ക്ക് കാരണം ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മുന്നിൽ എൻ്റെ അച്ചുവിൻ്റെ സേഫ്റ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കലങ്ങി തെളിയുമ്പോൾ, സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവളെന്നെ മനസ്സിലാക്കുമായിരിക്കും. അല്ലേടാതി? നീ വിഷമിക്കാതിരിക്കേ, ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇപ്പോഴും അവൾ നിങ്ങൾ തമ്മിലുണ്ടായ ഇഷ്യൂസ് മൂർത്തിയങ്കിളിനെ ഒന്നും അറിയിച്ചിട്ടില്ല. അതിനർത്ഥം അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതിനൊക്കെ പുറകിൽ നിനക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന്. പക്ഷേ നീയൊന്നും പറയാത്തത് കൊണ്ട് അവൾ പുറമേ സമ്മതിച്ചു തരുന്നില്ലെന്ന് മാത്രം. ഇന്നത്തെ ഈ തല്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അരുൺ? ഉണ്ടാതി. അയാളുടെ ആളുകളുണ്ട് എനിക്ക് ചുറ്റും. അതുകൊണ്ട് ഇതൊക്കെ വേണം. ശരി, എന്നാൽ ഞാൻ പോട്ടെ. ആ, നീ പൊയ്ക്കോ. ഇനി ഞാനുണ്ടല്ലോ കോളേജിൽ. പിന്നെ ഹർഷ്, ദേവ് എല്ലാവരും ഉണ്ട്. നീ പൊയ്ക്കോ. നീ ഇങ്ങനെ ക്ലാസ്സിൽ കയറാൻ പോവാണോ അരുൺ? ഇല്ലടാ, ക്ലാസ്സിൽ കയറുന്നില്ല. പക്ഷെ ഞാൻ കോളേജിലുണ്ടാവും. അതും പറഞ്ഞുകൊണ്ട് ഇരുവരും അവിടെ നിന്നും പിരിഞ്ഞു. വൈകിട്ട് കൊണ്ടുപോവാൻ ആദി വരുമെന്ന് പറഞ്ഞതനുസരിച്ച് അതിഥി പാർക്കിങ്ങിൽ ആദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് രോഹിത് വന്നത്. അതിഥി, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അതിഥി പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഞാനന്ന് മദ്യപിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്. അരുൺ, അവൻ അതൊക്കെ അറിഞ്ഞതും അവനെന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാതെയായി. ഇങ്ങനെയൊരു ഫ്രണ്ട് അവർക്ക് വേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. സോറി അതിഥി, പ്ലീസ് എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറ. അതും പറഞ്ഞ് രോഹിത് അതിഥിയുടെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് തന്നെ പുറകിലൊരു കാർ വന്ന് നിന്നുകൊണ്ട് അതിഥിയെ അതിനുള്ളിൽ പിടിച്ചു കയറ്റി. കൂടെ രോഹിത്തും കയറിയതും കാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എടുത്തിരുന്നു.